ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് വരുന്ന കേന്ദ്ര സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ് എട്ടാം ശമ്പള കമ്മീഷൻ. രാജ്യത്തെ സാമ്പത്തിക വ്യവസ്ഥയിലും സർക്കാർ ജീവനക്കാരുടെ ജീവിത നിലവാരത്തിലും വലിയ മാറ്റങ്ങൾ വരുത്താൻ ശേഷിയുള്ളതാണ് ഓരോ 10 വർഷം കൂടുമ്പോഴും വരുന്ന ഈ ശമ്പള പരിഷ്കരണങ്ങൾ. നിലവിലെ സാഹചര്യത്തിൽ എട്ടാം ശമ്പള കമ്മീഷനെ സംബന്ധിച്ച ചർച്ചകൾ സജീവമായി കഴിഞ്ഞു. ഇന്ത്യയിൽ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ശമ്പള ഘടന പുനർനിർണ്ണയിക്കുന്നതിനായി ഓരോ 10 വർഷം കൂടുമ്പോഴും ശമ്പള കമ്മീഷനുകൾ രൂപീകരിക്കാറുണ്ട്. 1946-ലാണ് ആദ്യത്തെ ശമ്പള കമ്മീഷൻ സ്ഥാപിതമായത്. അതിനുശേഷം കൃത്യമായ ഇടവേളകളിൽ കമ്മീഷനുകൾ റിപ്പോർട്ട് സമർപ്പിക്കുകയും സർക്കാരുകൾ അത് നടപ്പിലാക്കുകയും ചെയ്തു പോരുന്നു. ഏറ്റവും ഒടുവിലായി നടപ്പിലാക്കിയ ഏഴാം ശമ്പള കമ്മീഷന്റെ കാലാവധി 2025 ഡിസംബർ 31 അവസാനിച്ചു. സാധാരണ രീതി അനുസരിച്ച് 2026 ജനുവരി 1 മുതൽ പുതിയ ശമ്പള പരിഷ്കരണം നിലവിൽ വരണം. ഇതിനായി സർക്കാർ എട്ടാം ശമ്പള കമ്മീഷനെ സംബന്ധിച്ച പ്രാഥമിക നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. കമ്മീഷന് റിപ്പോർട്ട് സമർപ്പിക്കാൻ സാധാരണയായി 18 മാസം മുതൽ 2 വർഷം വരെ സമയം നൽകാറുണ്ട്. എട്ടാം ശമ്പള കമ്മീഷന്റെ ശുപാർശകൾ 2026 ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്നായിരുന്നു ജീവനക്കാരുടെ സംഘടനകൾ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ കമ്മീഷന്റെ രൂപീകരണം വൈകിയാൽ റിപ്പോർട്ട് സമർപ്പിക്കാനും സർക്കാരിന്റെ അംഗീകാരം ലഭിക്കാനും 2027 പകുതിയോടെ 2028 തുടക്കമോ ആയേക്കാം. എങ്കിലും റിപ്പോർട്ട് എപ്പോൾ വന്നാലും അത് 2026 ജനുവരി 1 മുതലുള്ള മുൻകാല പ്രാബല്യത്തോടെ ആയിരിക്കും നടപ്പിലാക്കുകയെന്നും പ്രതീക്ഷിച്ചിരുന്നു. അതായത് ജീവനക്കാർക്കും പെൻഷൻകാർക്കും വലിയൊരു തുക കുടിശ്ശികയായി ലഭിക്കാൻ ഇത് വഴിതെളിക്കും. ശമ്പള പരിഷ്കരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാങ്കേതിക പദമാണ് ഫിറ്റ്മെന്റ് ഫാക്ടർ. പഴയ ശമ്പള ഘടനയിൽ നിന്നും പുതിയ ശമ്പള ഘടനയിലേക്ക് മാറുമ്പോൾ അടിസ്ഥാന ശമ്പളം എത്ര മടങ്ങ് വർദ്ധിപ്പിക്കണമെന്ന് നിശ്ചയിക്കുന്ന ഗുണകമാണിത്. ആറാം കമ്മീഷൻ ഫിറ്റ്മെന്റ് ഫാക്ടർ 1.86 ആയിരുന്നു. ഇത് 2.57 ആയി ഉയർത്തി. ഇതിലൂടെ കുറഞ്ഞ അടിസ്ഥാന ശമ്പളം 7,000 രൂപയിൽ നിന്ന് 18,000 രൂപയായി വർദ്ധിച്ചു. നിലവിൽ 2.57 എന്ന ഫാക്ടർ കാലഹരണപ്പെട്ടതാണെന്നും അത് കുറഞ്ഞത് 2.84 എങ്കിലും ആകുമെന്നുമാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. എന്നാൽ ജീവനക്കാരുടെ യൂണിയനുകൾ 3.0 മുതൽ 3.68 വരെ ഫിറ്റ്മെന്റ് ഫാക്ടർ ആവശ്യപ്പെടുന്നുണ്ട്. എട്ടാം ശമ്പള കമ്മീഷൻ നടപ്പിലാക്കുമ്പോൾ കുറഞ്ഞ അടിസ്ഥാന ശമ്പളത്തിൽ വലിയ മാറ്റമുണ്ടാകും. നിലവിൽ 18,000 രൂപയാണ് കേന്ദ്ര സർക്കാരിലെ ഏറ്റവും കുറഞ്ഞ അടിസ്ഥാന ശമ്പളം. വിവിധ ഫിറ്റ്മെന്റ് ഫാക്ടറുകൾ അനുസരിച്ച് ഇത് എങ്ങനെ മാറുമെന്നും നോക്കാം. കുറഞ്ഞ ശമ്പളം ഏകദേശം 46,260 രൂപയാകും. ഫിറ്റ്മെന്റ് ഫാക്ടർ 3.00. കുറഞ്ഞ ശമ്പളം 54,000 രൂപയായി ഉയരും. ഫിറ്റ്മെന്റ് ഫാക്ടർ 3.68. യൂണിയനുകളുടെ ഈ ആവശ്യം അംഗീകരിക്കപ്പെട്ടാൽ കുറഞ്ഞ ശമ്പളം 66,000 രൂപ കടക്കും. എങ്കിലും സർക്കാരിന്റെ സാമ്പത്തിക ബാധ്യത കണക്കിലെടുത്ത് ഫിറ്റ്മെന്റ് ഫാക്ടർ 2.6-നും 2.85-നും ഇടയിൽ നിൽക്കാനാണ് കൂടുതൽ സാധ്യതയെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ശമ്പള പരിഷ്കരണത്തിൽ പ്രധാനപ്പെട്ട മറ്റൊരു ഘടകമാണ് ക്ഷാമബത്തയുടെ ലയനം. സാധാരണയായി DA 50% കടക്കുമ്പോൾ അത് അടിസ്ഥാന ശമ്പളത്തിൽ ലയിക്കണമെന്ന ആവശ്യം ഉയരാറുണ്ട്. നിലവിൽ DA 50% കടന്ന സാഹചര്യത്തിൽ എട്ടാം ശമ്പള കമ്മീഷൻ വരുമ്പോൾ നിലവിലുള്ള DA മുഴുവനായി അടിസ്ഥാന ശമ്പളത്തിൽ ലയിപ്പിക്കും. ഇത് ജീവനക്കാരുടെ ഗ്രാറ്റുവിറ്റി, വീട്ടുവാടക അലവൻസ്, യാത്രാ അലവൻസ് എന്നിവയിലും വലിയ വർധനമുണ്ടാക്കും. കേന്ദ്ര സർക്കാർ പെൻഷൻകാർക്കും എട്ടാം ശമ്പള കമ്മീഷൻ വലിയ ആശ്വാസമാകും. ശമ്പള വർധനവിന് ആനുപാതികമായി പെൻഷനിലും വർധനമുണ്ടാകും. ഫിറ്റ്മെന്റ് ഫാക്ടർ മാറുന്നതോടെ പെൻഷൻ തുകയിലും 25% മുതൽ 35% വരെ വർധനവ് പ്രതീക്ഷിക്കാം. കൂടാതെ പ്രായമായ പെൻഷൻകാർക്ക് നൽകുന്ന അധിക പെൻഷൻ ആനുകൂല്യങ്ങളിലും കമ്മീഷൻ പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നേക്കാം. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ രാജ്യത്തെ ജീവിത ചെലവ് കുത്തനെ ഉയർന്നിട്ടുണ്ട്. പണപ്പെരുപ്പം സാധാരണക്കാരുടെ കുടുംബ ബഡ്ജറ്റിനെയും ബാധിച്ചിരിക്കുന്നു. അരിയുടെയും പച്ചക്കറിയുടെയും മറ്റു നിത്യോപയോഗ സാധനങ്ങളുടെയും വില ഇരട്ടിയായി. സ്വകാര്യ മേഖലയിലെ വിദ്യാഭ്യാസ ആരോഗ്യ ചെലവുകൾ സാധാരണക്കാരന് താങ്ങാവുന്നതിലും അപ്പുറമായി. പലിശ നിരക്കിലുണ്ടായ മാറ്റം EMI തുക വർദ്ധിപ്പിച്ചു. ഈ സാഹചര്യത്തിൽ ജീവനക്കാരുടെ വാങ്ങൽ ശേഷി നിലനിർത്താൻ ശമ്പളത്തിൽ ഗണ്യമായ വർധനവും അനിവാര്യമാണ്. ശമ്പള കമ്മീഷൻ ശുപാർശകൾ നടപ്പിലാക്കുന്ന സർക്കാരിനെ സംബന്ധിച്ച് വലിയൊരു സാമ്പത്തിക വെല്ലുവിളിയാണ്. ലക്ഷക്കണക്കിന് ജീവനക്കാർക്കും പെൻഷൻകാർക്കും ശമ്പളം വർദ്ധിപ്പിക്കുമ്പോൾ ഖജനാവിന് കോടിക്കണക്കിന് രൂപയുടെ അധിക ബാധ്യതയുണ്ടാകും. ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക കമ്മിയെ ബാധിക്കാതെ നോക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. എങ്കിലും ശമ്പളം വർദ്ധിക്കുന്നത് വിപണിയിൽ പണലഭ്യത കൂട്ടുന്നതിനും ഉപഭോഗം വർദ്ധിപ്പിക്കുന്നതിനും അതുവഴി GDP വളർച്ചയ്ക്കും സഹായിക്കുമെന്ന് ഒരു വിഭാഗം സാമ്പത്തിക വിദഗ്ധർ വാദിക്കുന്നു. ഏഴാം ശമ്പള കമ്മീഷൻ നടപ്പിലാക്കിയപ്പോൾ പേ മാട്രിക്സ് എന്ന പുതിയ രീതി കൊണ്ടുവന്നു. ഇത് ഗ്രേഡ് പേ സമ്പ്രദായം നിർത്തലാക്കി. എട്ടാം കമ്മീഷൻ ഈ പേ മാട്രിക്സ് കൂടുതൽ ലളിതമാക്കാനും താഴെത്തട്ടിലുള്ള ജീവനക്കാർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന രീതിയിൽ പുനഃക്രമീകരിക്കാനും സാധ്യതയുണ്ട്. കൂടാതെ ശമ്പള വർധനവ് 10 വർഷത്തിൽ ഒരിക്കൽ എന്നതിന് പകരം എല്ലാ വർഷവും അല്ലെങ്കിൽ കൃത്യമായ ഇടവേളകളിൽ സ്വയം പരിഷ്കരിക്കപ്പെടുന്ന ഒരു രീതി കൊണ്ടുവരണമെന്ന നിർദ്ദേശവും സജീവമാണ്. എട്ടാം ശമ്പള കമ്മീഷൻ വെറും ഒരു ശമ്പള വർധനവ് മാത്രമല്ല, അത് സർക്കാർ ജീവനക്കാരുടെ അധ്വാനത്തിലുള്ള അംഗീകാരം കൂടിയാണ്. നിലവിലെ സാമ്പത്തിക സാഹചര്യത്തിൽ 2.8-നും മുകളിൽ ഫിറ്റ്മെന്റ് ഫാക്ടർ ലഭിക്കുമെന്നാണ് പൊതുവായ വിലയിരുത്തൽ. 2026 ജനുവരി മുതൽ പ്രാബല്യം ലഭിക്കുമെന്നതിൽ കുടിശ്ശിക ഇനത്തിൽ വലിയൊരു തുക ലഭിക്കുമെന്നത് ജീവനക്കാർക്ക് ദീർഘകാല നിക്ഷേപങ്ങൾക്കും മറ്റും സഹായകരമാകും. എങ്കിലും കമ്മീഷന്റെ അന്തിമ റിപ്പോർട്ട് പുറത്തുവരുന്നത് വരെ കൃത്യമായ കണക്കുകൾ പ്രവചനാതീതമാണ്. സർക്കാർ എത്രത്തോളം ഉദാരമായി പെരുമാറുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ജീവനക്കാരുടെ ഭാവി. വരും മാസങ്ങളിൽ കമ്മീഷന്റെ രൂപീകരണത്തെക്കുറിച്ചും
ടേംസ് ഓഫ് റെഫറൻസിനെ കുറിച്ചും കൂടുതൽ വ്യക്തത വരുമെന്ന് പ്രതീക്ഷിക്കാം.